ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ കേക്ക് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്രിസ്മസ് കേക്കുകളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ക്രിസ്മസ് ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവുന്നത് സ്കൂളുകളിലൊക്കെ സെലിബ്രേഷൻ വരില്ലേ, ആ ദിവസമാണ് കേട്ടോ കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവുക. ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസമൊന്നും അധികം ഓർഡേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ സ്കൂളുകളിലേക്ക് കൊടുത്ത ഓർഡേഴ്സ്, സ്കൂളിലും ഓഫീസിലൊക്കെ കൊടുത്ത ഓർഡേഴ്സാണ് കേട്ടോ. ടോട്ടൽ നമുക്കൊന്ന് 23 kg കേക്ക് ഓർഡർ ആയിട്ടോ ഉണ്ടായിരുന്നു. അതിൽ 12 kg നമുക്കൊരു സ്കൂളിലേക്കുള്ള ഓർഡർ ആയിരുന്നു. അവർക്ക് തന്നെ ½ kg കട്ട് ചെയ്യാനും ബാക്കിയുള്ളത് 400 പീസ് ആക്കാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ തലേദിവസം രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 ഇഞ്ചിൻ്റെ മോൾഡിൽ ഞാനതിവിടെ ബേക്ക് ചെയ്ത് സ്പഞ്ചുകളൊക്കെ ബേക്ക് ചെയ്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പം മാക്സിമം സ്പഞ്ചുകൾ വേഗം ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വർക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഈ ഒരു ഓർഡർ നമുക്ക് എൻ്റെ ഒരു ചേച്ചി തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ആൾ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ആൾ ബേസ് ചെയ്തിട്ട് വന്നൊരു ഓർഡറാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ 400 പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ എനിക്ക് വേറൊരു പണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വേറൊന്നുമല്ല, പുൽക്കൂട് ഉണ്ടാക്കലാണ് കേട്ടോ. എൻ്റെ മോള് കുറേ ദിവസമായി പുൽക്കൂട് വേണം എന്ന് പറയണു. അപ്പോൾ ഞാൻ കുറച്ച് ഇതേപോലെ ബോർഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഇന്നും ടൈമില്ല. പക്ഷെ എന്നാലും ഇനി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പുൽക്കൂട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഓരോന്നൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. ഫുൾ ഫിനിഷ് ആയിട്ടില്ല. റൂഫിലൊക്കെ കുറച്ച് പണിയുണ്ട് കേട്ടോ. എങ്കിലും ഇതിങ്ങനെ ചെയ്തപ്പോൾ ലൈറ്റ് ഇട്ട് കാണാനൊരാഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ണിയേശുവിനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 25th വെച്ച് കൊടുക്കുക. എങ്കിലും അതൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കിയിട്ടോ. ബാക്കി നമുക്ക് നാളെ ഫിനിഷ് ചെയ്യാം. പിന്നെ വേഗം തന്നെ രാത്രി എല്ലാ കേക്കുകളും ക്രം കോട്ട് ചെയ്തിട്ട് 2 ഫ്രിഡ്ജിനകത്താക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തും ഫിനിഷിംഗ് കോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. ബാക്കി ഡെക്കറേഷനൊക്കെ നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എല്ലാ കേക്കുകളും ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു പിസ്ത കേക്കായിരുന്നു. 1.5 kg കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇതേപോലെ ബോർഡർ കൊടുത്തിട്ട് ഒരു ട്രീ ആണ് വരച്ചു കൊടുക്കുന്നത്. ക്രിസ്മസ് കേക്കിൻ്റെ ഡെക്കറേഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം പിന്നെ എന്തായാലും ട്രീയിലേക്ക് തന്നെയാണ് കേട്ടോ പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കേക്കുകളും ഈ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തത്. ഒരു ട്രീ വരച്ചു, അതിനൊരു സ്റ്റെമ്മൊക്കെ വരച്ചു കൊടുത്ത് അതിൽ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റാർസിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് പേരും കൂടെ ഒന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. പേര് എഴുതി കൊടുത്തിരിക്കുന്നത് റെഡിലും അതുപോലെ ഗ്രീനിലുമാണ് കേട്ടോ. പക്ഷേ ഗ്രീനിൽ എഴുതി കൊടുത്തപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ പേരൊക്കെ എഴുതി കൊടുത്ത് ആ ഒരു കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേര് എഴുതി കൊടുത്തതിൻ്റെ ഇടയിലൂടെയും കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മളത് പാക്ക് ചെയ്ത് വെച്ചു. നമുക്ക് കുറച്ച് നേരത്തെ കൊടുക്കേണ്ട ഒരു കേക്കായിരുന്നു. അടുത്തത് നമുക്ക് നമ്മൾ പീസ് കേക്കുകൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വലിയ പീസല്ല, കുഞ്ഞു പീസാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഓരോന്നായിട്ട് വേഗം തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഒരുപാട് ടൈം എടുക്കും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. 10 ഇഞ്ചിൻ്റെ മുകളിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ 9 ഒരു സൈഡ് 9ഉം അടുത്ത സൈഡ് 9 അങ്ങനെ 81 പീസസ് ഒരു കേക്കിൽ. ചില കേക്കുകളിൽ 72 പീസസ് ഒക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. സ്ട്രോബെറി കേക്കായിരുന്നു കേട്ടോ അവർ മുഴുവനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇത്രയും സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുത്തിരിക്കണമെന്ന് വിചാരിക്കേണ്ട. സ്കൂളിലേക്കല്ലേ, കുഞ്ഞു പിള്ളേരല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള കളറൊന്നും കൊടുക്കാൻ നിന്നില്ല കേട്ടോ. ഇത് നമ്മൾ ആ സ്കൂളിലേക്ക് ചെയ്ത ഒരു ½ kg കേക്കായിരുന്നു. അപ്പോൾ അതവർക്ക് കട്ട് ചെയ്യാനായിട്ട് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. 2 സൈഡിലും ഗ്രീൻ കളർ വെച്ചിട്ട് ഇതേപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു കേട്ടോ. പിന്നെ സെൻറ്ററിലായിട്ട് 3 റോസറ്റ ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുത്തു റെഡ് കളറിൽ. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും അതുപോലെ തന്നെ കുറച്ച് സ്റ്റാർസും കുറച്ച് ഫോക്സ് ബോൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാരി ക്രിസ്മസ് എന്നുള്ളൊരു ടോപ്പറാണ് വെച്ച് കൊടുത്തത്. ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്തൊരു 3 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് ഫ്ലേവറുള്ള കേക്കായിരുന്നു കേട്ടോ. അതിൽ ഞാൻ ഇതേപോലെ റോസറ്റ ഫ്ലവേഴ്സാണ് സൈഡിൽ ഗ്രീനും റെഡും കൊടുത്തത്. അതിനകത്ത് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ക്രംസൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സൈഡിൽ ക്രംസ് കൊടുക്കാം, സെൻറ്ററിൽ വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്രംസ് അല്ലാണ്ട് അത് ഡ്രൈ ആയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഡിസൈൻ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ട്രീയും വരച്ച് കൊടുത്ത് പിന്നെ എഴുതി കൊടുത്ത് പകുതി ഫോണ്ടൻറ്റിൽ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളത് ഫോണ്ടൻറ്റിലും പിന്നെ പൈപ്പിംഗ് ജെല്ലിൽ വെച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുത്തത്. കേക്കിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബോർഡർ പോലെ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസാണ് കേട്ടോ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.
ഇത് ചെയ്ത് വെക്കുന്നതല്ല, ഡെലിവറിയാണ് വലിയൊരു ടാസ്ക് അല്ലേ. ഓരോ സ്ഥലത്തേക്കായിരിക്കും നമുക്ക് ഡെലിവറി. അപ്പോൾ എല്ലാം കൂടെ ഒരു സ്ഥലത്തേക്കുള്ളതെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ടൈമിൽ കൊണ്ടുപോകും, അങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഈ കേക്കുകളെല്ലാം ഒരു സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആ 3 kg ഒരു കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒരുമിച്ച് ഡെലിവറി ചെയ്തു കേട്ടോ. ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സ്കൂളിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അത് കൊടുക്കുന്ന സമയം ആകുമ്പോഴേക്കും മെൽറ്റായി പോകുമെന്നുള്ളത്. പക്ഷേ അവർ നല്ല അഭിപ്രായം പറഞ്ഞത് ഇപ്പോൾ മെസ്സേജ് അയച്ചേ ഉള്ളൂ, കേക്കിന് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കേക്ക് കൊണ്ടാണ് നമുക്കൊരു സമാധാനമാവാം കേട്ടോ. അപ്പം നമ്മൾ ഈ കേക്ക് കൊണ്ടുപോയിട്ട് അവിടെ റൂമിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ AC ഇട്ടിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു ടെൻഷനില്ല. അവിടെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു ടെൻഷൻ. അപ്പോൾ ആ കേക്കൊക്കെ ഡെലിവറി ചെയ്ത് വന്നിട്ട് പിന്നെ നമുക്ക് വേറെ കുറച്ച് പ്ലം കേക്കിൻ്റെയും അതുപോലെ തന്നെ വേറെ കുറച്ച് കേക്കുകളൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വേറൊരു വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.